എന്തായി കാണിക്കുന്നേ? ആ നേരമാണോ വെക്കണ്ടേ? എടി എടി, നീ സാറിന്റെ കയ്യിൽ കൊട്ടറക്കെ ആയോ? എന്റെ ചേട്ടനില്ലേ, അതിന് ഇയാക്കെന്താ? നീ ചെയ്തോ മോളെ, നിന്റെ ചേച്ചി പറയുന്ന ഒന്നും കാര്യാക്കണ്ട. ഏട്ടന് ആദ്യമായിട്ടാണോ ഇങ്ങനെ പൂക്കൾ എവിടെ ഇരിക്കുന്നേ? ആ, പണ്ട് എപ്പോഴോ ഇരുന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. എനിക്ക് ശരിക്കും ഓർമ്മയില്ല. വല്ല കുഞ്ഞുപ്രായത്തിലൊക്കെ ആയിരിക്കും. അത് കഴിഞ്ഞിട്ട് വീട്ടില് പൂക്കളെ ഇട്ടിട്ടേ ഇല്ലേ? ആ, പൂക്കളൊക്കെ ഉണ്ടാവും. അത് ജോലിക്കാരുടെ പണിയാ. പിന്നെ ഞാൻ മദ്യപാനം തുടങ്ങിയതിന് ശേഷം കുടിച്ചു വരുന്ന വഴിയിൽ എനിക്കൊരു തടസ്സം. അതാണ് എനിക്ക് പൂക്കളം. ഈ ആഘോഷ ദിവസങ്ങളിൽ എല്ലാരും കുടിക്കും, ഏട്ടനെന്ത് കുടിക്കുന്നുണ്ടോ? ആഹാ, മറന്നിരിക്കുന്ന മനുഷ്യനെ പറഞ്ഞു പ്രോത്സാഹിപ്പിക്കേ. ഇന്നെന്തായാലും വേറെ ആഘോഷമൊന്നുമില്ല. സാധാരണ ഓണത്തിനൊക്കെ ഫ്രണ്ട്സ് വിളിക്കും. ഏതെങ്കിലും റിസോർട്ടിലോ ബാറിലോ ഒക്കെ ഓണത്തിന്റെ പേരും പറഞ്ഞ് ഒരു പ്രത്യേക കള്ളുകൂടിയുണ്ട്. ഇത്തവണ അവരെയൊക്കെ ഞാൻ വിളിച്ച് ബ്ലോക്ക് ചെയ്തു. ഇപ്രാവശ്യം ഇത് മതി. സുദേവാ, ഇപ്പൊ നിനക്ക് തോന്നില്ലേ നന്ദിനിമോക്ക് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും നല്ല പയ്യനെയാ കിട്ടിയെന്ന്? തോന്നുന്നുണ്ടമ്മേ. പക്ഷെ എന്നാലും അവര് തമ്മിൽ ഇപ്പോഴും രണ്ടും രണ്ടായിട്ടല്ലേ കഴിയുന്നത് എന്നൊക്കെയല്ലേ പറയുന്നത്. അതൊക്കെ അങ്ങ് മാറുവടാ. അപ്പോ സംഗതി ഗംഭീരായിട്ടുണ്ട്. നന്ദിനി, തന്റെ ഡിസൈൻ സൂപ്പർ. ഇതൊന്നും അല്ല, വീട്ടിലൊക്കെ ഓണം വരുമ്പോഴേ ചേച്ചിയുടെ വക ഒരു ഓർഡർ ഉണ്ട്. പുറത്തുനിന്ന് കാശ് കൊടുത്ത് പൂവൊന്നും വാങ്ങിക്കില്ല. നാട്ടിലൊക്കെ നടന്ന് തുമ്പപ്പൂവും ചെത്തിയും മന്ദാരവും ഒക്കെ പറിച്ച്